പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 17 മുതൽ 18 വരെ തിരുവചനങ്ങൾ. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യമായി കർത്താവിൻ്റെ മഹത്വം മലമുകളിൽ കാണപ്പെട്ടു എന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം അഗ്നിക്ക് തുല്യമാണെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. അഗ്നിക്ക് ശുദ്ധീകരിക്കുവാനും അതേസമയം ദഹിപ്പിക്കുവാനും സാധിക്കും. മോശ മലമുകളിലേക്ക് കയറി കർത്താവിനോടൊപ്പം ആയിരുന്ന സമയം ആ മലയുടെ താഴ്വാരത്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനം മലമുകളിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ കണ്ടത് അഗ്നിയായിരുന്നു. ആരെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം അഗ്നി പോലെ ആണ് പ്രവർത്തിക്കുന്നത്. എത്ര കടുപ്പമുള്ള പ്രതിസന്ധികളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ദഹിപ്പിക്കുവാൻ കർത്താവിൻ്റെ മഹത്വത്തിന് സാധിക്കും. നമ്മൾ എത്ര അയോഗ്യരാണെങ്കിലും പാപികളാണെങ്കിലും ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ സമയം മാറ്റിവെക്കുമ്പോൾ എത്ര തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുവാൻ കർത്താവിൻ്റെ മഹത്വത്തിന് കഴിയും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ബലഹീനതകളെ, തകർച്ചകളെ പൂർണ്ണമായി കൊടുക്കാം. ഈ അവസ്ഥയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ആഗ്രഹവും തീഷ്ണതയും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചൊരിയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.